UAE-യിലേക്കുള്ള ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ് ഡെസേർട്ട് സഫാരി. പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസാണ് ഇവിടെ ഉള്ളത്. ഡ്യൂൺ ബാഷിംഗ്, ക്യാമൽ റൈഡ്, സാൻഡ് ബോർഡിംഗ്, ടൂറിസ്റ്റിന് സ്റ്റേ ചെയ്യാനുള്ള ട്രഡീഷണൽ ഫുഡോട് കൂടിയ ബെഡൂയിൻ ക്യാമ്പ്, തനൂറ ഷോ, ബെല്ലി ഡാൻസ്, ഫയർ ഡാൻസ്, ഇങ്ങനെ നിരവധി ഷോകൾ. ഇവയൊക്കെയാണ് ഡെസേർട്ട് സഫാരിയിലെ ഹൈലൈറ്റ്സ്. ഡെസേർട്ട് സഫാരിക്ക് പ്രത്യേക പാക്കേജുകളാണ് ഉള്ളത്. ഇന്ത്യൻ റുപ്പിയിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അറൗണ്ട് 2500 ആണ് പെർ പേഴ്സൺ എക്സ്പെൻസ് ആയത്. നമ്മുടെ കൂടെ ഒരു ഗൈഡും ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം, ഡെസേർട്ട് സഫാരി സ്പോട്ടിലേക്ക് പോകുന്ന വഴി നമുക്ക് ദുബൈയുടെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റായ കന്തൂറ, ഹിജാബ് ഒക്കെ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യവും ബഗ്ഗി റൈഡുകൾ നടത്താനുള്ള സൗകര്യവുമുണ്ട്. ഡെസേർട്ട് സഫാരി പാക്കേജിൽ ഞങ്ങൾക്ക് വെറൈറ്റിയായി തോന്നിയത് ഡൂൺ ബാഷിംഗ് ആണ്. ദുബൈയിലെ ലോ അനുസരിച്ച് ഡെസേർട്ട് സഫാരി ടൂർ ഓപ്പറേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കോണമി ആൻഡ് ടൂറിസത്തിൽ നിന്നും ലൈസൻസും എക്സ്പീരിയൻസുമായിട്ടുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ ടൂറിസ്റ്റിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കുകയും വേണം എന്നുള്ളതാണ്. മറ്റൊരു രസകരമായ കാര്യം എന്തെന്നോ, ഡെസേർട്ട് സഫാരിക്ക് പോകുന്നതിന് മുമ്പായി വെഹിക്കിളിൻ്റെ എഞ്ചിനും ട്രാൻസ്മിഷനുമായിട്ടുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വാഹനത്തിൻ്റെ എയർ കുറച്ച് നീക്കം ചെയ്യും. ഇതുവഴി ടയറിൻ്റെ വീതി അല്പം വർദ്ധിക്കുകയും ഡെസേർട്ടിലെ ലൂസ് സാൻഡിലൂടെ വാഹനം എളുപ്പത്തിൽ ഡ്രൈവ് ചെയ്യാനും സാധിക്കും. ടൊയോട്ടയുടെ ലാൻഡ് ക്രൂയിസർ പോലുള്ള SUV വാഹനങ്ങളാണ് ഈ ആക്ടിവിറ്റിക്ക് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഞങ്ങൾ 4 PM ഡ്യൂൺ ബാഷിംഗ് ആക്ടിവിറ്റിക്കായി പോയത്. അറൗണ്ട് 5:30 ആയപ്പോൾ ഡെസേർട്ടിലെ ക്യാമ്പിലെത്തി. 9:45 ആയപ്പോൾ ഷോസും ഡിന്നറും ഒക്കെ കഴിഞ്ഞു. ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ദുബൈയിലെ ഡെസേർട്ട് സഫാരി.